സൗഹൃദത്തിനെ കുറിച്ച് ആന്റിക്കുള്ള ഒരു ഡെഫിനിഷൻ എന്താവണം ഒരു നല്ല സുഹൃത്ത്? നല്ലൊരു സുഹൃത്ത് എന്ന് പറയുമ്പോൾ ആവശ്യത്തിൽ കൂടെ ഉണ്ടാവണം. ഇപ്പം എന്നും ഒരു ഫോൺ വിളിയോ അല്ലെങ്കിൽ ഒരു സംസാരമോ ഒന്നും വേണമെന്നില്ല. സൗഹൃദം മെയിൻറ്റെയിൻ ചെയ്യുന്നതിനോ എന്നും വിളിച്ചിട്ടോ നീ സുഖമാണോ അയ്യോ അതാണിത്, അങ്ങനെയല്ല. നമുക്കിപ്പോൾ ഒരു ആവശ്യം അത് വരുമ്പോൾ അവിടെ നീ ഉണ്ടോ, അവിടെയാണ് ഞാൻ സൗഹൃദം എന്നതിന് അർത്ഥം കൊടുക്കുന്നത്. എന്തെങ്കിലും സ്വാർത്ഥ ലാഭത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പൊയ്മുഖമായിട്ട് ഞാൻ സൗഹൃദത്തെ കാണുന്നില്ല. സൗഹൃദത്തിൽ എപ്പോഴെങ്കിലും ചതി പറ്റിയിട്ടുണ്ടോ? അതേ പറ്റിയിട്ടുള്ളൂ. അതെ, അതാണല്ലോ എൻ്റെ ജീവിതം പോയതിപ്പോൾ. അതൊരു വലിയ ചതിയല്ലേ. അപ്പോൾ ആ ജീവിതം എന്ന് പറയുന്ന ആ ഒരു വിലപ്പെട്ട ജീവിതം പോയി എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ത്രെഡ്, ഇഷ്ടപ്പെട്ട അത് തന്നെ ഇഷ്ടപ്പെട്ട ആ ഒരു നമ്മളിങ്ങനെ തേൻ കുടിക്കുന്ന പോലെ നമ്മൾ എൻജോയ് ചെയ്യില്ലേ, അപ്പോൾ ആ ഒരു ലൈഫിൻ്റെ ആ ഒരു ഫ്ലോ പോയി. പക്ഷെ അതാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇപ്പം ഞാൻ വേറൊരു റീനയായി. കാരണം എനിക്ക് സമൂഹത്തിന് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. ഞാനൊരു ബോൾഡായിട്ടുള്ളൊരു റീനയായി. പണ്ടത്തെ റീനയിൽ നിന്നും വ്യത്യാസമായി. പണ്ടത്തെ റീന എപ്പോഴെങ്കിലും മിസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഇങ്ങനെ തന്നെ ആയിരിക്കണം ലൈഫിൽ. സ്ട്രോങ് ആയിരിക്കണം. ഏത് പ്രതിസന്ധിയെയും തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് വേണം. ഈ സുഹൃത്തുക്കള്, നല്ല ഗുഡ് ഫ്രണ്ട്സ് ചതിക്കുന്ന ഒരു സിറ്റുവേഷൻ വരുമ്പോഴത്തേക്ക് ആ സമയത്ത് ആന്റി തളർന്നു പോവാറുണ്ടോ? ഇല്ല, ഞാൻ ഇപ്പോ അങ്ങനെയല്ല. ഇപ്പം ഞാൻ ഒരു അതിർവരമ്പ് വരച്ചു വെച്ചിട്ടുണ്ട്. ഇപ്പം അതിനുശേഷം വരച്ചു വെച്ചിട്ടുണ്ട്. ഇതാണ് എൻ്റെ അതിർവരമ്പ്. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി. അപ്പം കാരണം എനിക്കറിയാം അതിൽ നിന്ന് ആരാണ്. അപ്പം എനിക്ക് അറിയാം ഇതായിരിക്കും എൻ്റെ ഉത്തമ സുഹൃത്ത്, ഇതാണ് എൻ്റെ. അപ്പം നമുക്ക് നമ്മുടെ ലൈഫിൽ വരുന്ന പ്രതിസന്ധി ഘട്ടങ്ങളിൽ ആര് നിൽക്കുന്നു എന്നതനുസരിച്ച് ഞാൻ ഫ്രണ്ട്സ് എടുക്കാറുള്ളൂ. കാരണം ഞാൻ അതുപോലെ അവരോട് തിരിച്ചും അങ്ങനെയാണ്. ഞാൻ സെൽഫിഷ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരാളല്ല. ബട്ട് ഇഫ് ഐ ക്യാൻ ഐ വിൽ ഡു സംതിങ് ഫോർ ദം. ഇനി എന്തെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഉണ്ട്, ആണ്. എനിക്ക് എൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എൻ്റെ ബ്രാൻഡ് നെയിമിൽ തന്നെ എനിക്ക് അതിവിശാലമായിട്ടുള്ള ഒരു മീഡിയയിൽ എന്തെങ്കിലും ഒന്ന് എനിക്ക് കെട്ടിപ്പടുക്കണം എന്നുണ്ട്. അതിയായ ആഗ്രഹമുണ്ട്. മീഡിയയിൽ അതായത് ഇപ്പം ഞാൻ ഓർക്കുന്ന, ഞാൻ മീഡിയയിൽ ഇപ്പം ഞാൻ നല്ല എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്ക് സ്റ്റേജ് ഇവൻറ്റ്സ് ഒരുപാട് ഇഷ്ടമാണ്. സ്റ്റേജ് പെർഫോമൻസ്. പിന്നെ അതുപോലെ തന്നെ ഇപ്പം ഞാൻ വലിയൊരു പാട്ടുകാരിയാണ് എന്ന് പറയുന്നത് കാരണം എൻ്റെ ത്രോട്ട് ഇതുകൊണ്ട് തന്നെ. അപ്പോൾ എനിക്ക് അവരുടെ കൂടെ ഇപ്പം ഈ ഇടയ്ക്ക് രാജേഷ് അടിമാലിയുടെയൊക്കെ കൂടെ സ്റ്റേജ് പെർഫോമൻസ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു. അപ്പോൾ അങ്ങനത്തെ സ്റ്റേജ് പെർഫോമൻസ്, പിന്നെ അതുപോലെ എനിക്ക് ഓരോ സ്ഥലങ്ങളിൽ പോയി പെർഫോം ചെയ്യുക. പിന്നെ അതിലുപരി എനിക്ക് തോന്നുന്ന റീന ജോൺ എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഒരു നല്ല ക്വാളിറ്റീസ് അത് ജനങ്ങളിലേക്ക് കൊടുക്കുന്ന എന്തെങ്കിലുമൊക്കെ ഒരു സംരംഭം തുടങ്ങുക എന്നതെൻ്റെ ഭയങ്കര ഒരു അഭിലാഷമാണ്. അത് സാധിക്കും എന്ന് ദൈവം എന്നെ അനുഗ്രഹിക്കുകയാണെങ്കിൽ സാധിക്കട്ടെ. അപ്പോൾ ആൻറ്റിയുടെ ഒരു 5 ബെസ്റ്റ് ക്വാളിറ്റി ആൻറ്റിക്ക് മാറ്റണം എന്ന് ആഗ്രഹമുള്ള കുറച്ച് മോശം ആയിട്ടുള്ള ആൻറ്റിയുടെ കാര്യങ്ങളും എന്തൊക്കെയായിരിക്കും? അതെ, പെട്ടെന്ന് ഞാൻ സ്ട്രെസ്ഡ് ഔട്ട് ആവും. അതായത് ഇൻ കേസ് ഇപ്പം എൻ്റെ ഒരു ഫോൺ ഇപ്പം നഷ്ടപ്പെട്ടു പോവുകയോ അല്ലെങ്കിൽ അതൊരു മേജർ കാര്യമാണ്. ബട്ട് എനിക്കപ്പോൾ അത് കൂളായിട്ട് നിന്ന് ഹാൻഡിൽ ചെയ്യാൻ പാടാം. കാരണം ഞാൻ പെട്ടെന്ന് സ്ട്രെസ്ഡ് ഔട്ട് ആകും. പിന്നെ ഞാൻ ഭയങ്കരമായിട്ട് പിന്നെ ഡൗൺ ആകും. അങ്ങോട്ടോ ഇങ്ങോട്ടോ വെച്ചതായിരിക്കും. അല്ല അത് ഓൾറെഡി പോയതാ. ഫോൺ ആ ഒരു സ്ട്രെസ്ഡ് ഔട്ട് ഞാൻ ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യും. അപ്പൊ എനിക്കത് ഭയങ്കരമായിട്ട് അതെനിക്ക് കൺട്രോൾ ചെയ്യാൻ ഭയങ്കര പാടാ. ഫോൺ പോയ എല്ലാവരും അങ്ങനെ ആവും ആന്റി, അതുകൊണ്ട് അത് പ്രശ്നമില്ല. പക്ഷെ സ്റ്റിൽ എല്ലാവരും പറയുന്ന റീന യു ഹാവ് ടു കൺട്രോൾ. ബട്ട് ഹൗ കാൻ ഐ കൺട്രോൾ മൈ ഇമോഷൻസ്, മൈ വാല്യുബിൾ സ്റ്റഫ് എന്ന് വെച്ചാൽ ബാങ്ക് എല്ലാം അതിലല്ലേ. അപ്പൊ ടെൻഷൻ അടിക്കാതിരിക്കുന്നതാണ് അബ്നോർമൽ. അപ്പൊ ആ ഒരു ഇതില് അങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷൻ ചിലപ്പോൾ ഞാൻ ഓവറായിട്ട് ഇങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആകും. ഞാൻ എല്ലാത്തിനും ഫാസ്റ്റ് മൂവ്മെന്റാ. ഇപ്പോൾ എന്തെങ്കിലും ഇപ്പൊ എനിക്ക് ഒരു വർക്ക് തീർക്കണം, എനിക്ക് ആ ടൈമിൽ തീർക്കണം. അത് തീർത്തില്ലെങ്കിൽ ഞാൻ സ്ട്രെസ്ഡ് ഔട്ടാ. അതെനിക്ക് തോന്നുന്നു അതൊന്ന് മാറ്റിയെടുത്താൽ കൊള്ളാം എന്ന് ഞാൻ ഇപ്പോൾ അതുകൊണ്ട് വർക്ക്സ് എല്ലാം കറക്റ്റ് സമയത്ത് നടക്കാറുണ്ടല്ലോ. അതെ, എല്ലാം പെർഫെക്റ്റ്. പക്ഷെ എനിക്ക് ആ വർക്ക് ഇത് ചെയ്തില്ലെങ്കിൽ ഞാൻ ഇത് ചെയ്യും, വിറയല് പോലെ. ഞാൻ ഇത് തീർന്നില്ലല്ലോ, യു ഹാവ് ടു. ഇപ്പം ഞാനിപ്പോൾ ഡെപ്യൂട്ടി ആയതുകൊണ്ട് തന്നെ എൻ്റെ കീഴിൽ
ആൾക്കാരുണ്ട്, എനിക്ക് 2-3 ആൾക്കാർ തന്നിട്ടു. അപ്പം ഞാൻ അവരോട് പറയുമ്പോൾ യു ഡിഡിൻ ഫിനിഷ് ദ വർക്ക് ഓൺ ദ റൈറ്റ് ടൈം. അപ്പോൾ എനിക്കിഷ്ടമല്ല അങ്ങനെ പറയാൻ, ബട്ട് ഐ ഹാവ് ടു സേ ടു ദം. അപ്പോൾ അതെനിക്ക് കുറച്ച് വിഷമമായിട്ടുള്ളൊരു ഇതാണ്. ഓൺ ദാറ്റ് പെർട്ടിക്കുലർ ടൈം അതെനിക്കൊരു വിഷമമാണ്. അങ്ങനെ ഗുഡ് ക്വാളിറ്റീസ് ആന്റിക്ക് തന്നെ തോന്നിയിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണ്? I am the genuine person ever I meet in my life. റീന ജോൺ. ഭയങ്കര സത്യസന്ധത, ജെനുവിനിറ്റി, കോൺഫിഡൻസ്. പിന്നെ അത് ഞാനിങ്ങനെ പൊക്കി പറയുന്നെന്ന് വിചാരിക്കരുത്, ബട്ട് ഐ നെവർ എവർ ആസ്ക് എനി വൺ ടു ഡു മീ എ ഫേവർ. ദാറ്റ് ഈസ് മൈ ഡിസഡ്വാൻറ്റേജ്. ഞാൻ ചിലപ്പോൾ ചിന്തിക്കും, കാരണം ഐ നെവർ എവർ ആസ്ക്. കാരണം ഞാൻ എല്ലാം ഇങ്ങനെ ഉള്ളിൽ വെക്കുന്ന വ്യക്തി. അങ്ങോട്ടേക്ക് കൊടുക്കാറുണ്ടോ? അങ്ങോട്ടേക്ക് കൊടുക്കും, പക്ഷെ ഞാൻ എന്തെങ്കിലും ചോദിക്കാൻ എനിക്കൊരു വിഷമമാണ്. ഞാൻ ഓർക്കും ഞാൻ അവരെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടോ, ഉപദ്രവിക്കുന്നുണ്ടോ, ഇങ്ങനെ ഒരു തോന്നൽ എന്നെ വേട്ടയാടും. അപ്പം അങ്ങനെയുള്ള അതെനിക്ക് തോന്നുന്നില്ല അതൊരു ഗുഡാണോ ബാഡാണോ എന്ന് ഞാൻ ഇനി പഠിക്കണം. അതൊക്കെയാണ് അപ്പൊ ആന്റിയുടെ നല്ല ക്വാളിറ്റി. നല്ലൊരു പങ്ക്ച്വാലിറ്റിയാണ്, ഹാർഡ് വർക്ക്. അതെ, ഇന്ന് ഇന്റർവ്യൂസിന്റെ ചരിത്രത്തിൽ തന്നെ ഇതൊക്കെ ആദ്യമാ. 1 മണി പറഞ്ഞിട്ട് 12:30 ഞാൻ പങ്ക്ച്വാലിറ്റിയാണ്. എനിക്ക് ആ സ്പോട്ടിൽ എത്തിയിരിക്കുന്നത്. ഞാൻ ഒരാളിന് ഒരു വാക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് വാക്കാം. ഒരിക്കലും അതിൽ നിന്ന് എനിക്ക് ആ പങ്ക്ച്വാലിറ്റി, പിന്നെ അതുപോലെ പറഞ്ഞ വാക്ക് പാലിക്കുക, അതെനിക്ക് ഭയങ്കര പ്രശ്നമുള്ളൊരു കാര്യം. അറ്റ്ലീസ്റ്റ് 10 മിനിറ്റ് മുമ്പെങ്കിലും എത്തും. എൻ്റെ ലൈഫിൽ അറിയില്ല നൂർജ, കാരണം ഞാൻ എൻ്റെ വർക്കിൽ 19 years I never ever late in my work. Never. എൻ്റെ മാനേജർ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് അവാർഡ്സ് കിട്ടിയിട്ടുണ്ട്. കാരണം ലേറ്റ്നെസ് ഒരിക്കലും ഇല്ല, അറ്റൻഡൻസ് എല്ലാം. എനിക്കതുകൊണ്ട് അത് 500 pounds എന്തോ കിട്ടി അത് അവരിൽ നിന്ന്. അപ്പോൾ അവരിങ്ങനെ ആ സർട്ടിഫിക്കറ്റ് തരും. അടിപൊളി. അപ്പോൾ കറക്റ്റ് പങ്ക്ച്വൽ ആയിട്ടുള്ള ഒരാളാണ്. പെർഫെക്റ്റ്. ഈ UK ആയി അവിടെ നല്ല ജോബൊക്കെ ആണെന്ന് അറിയുമ്പോഴത്തേക്ക് ഇതേപോലെ ആളുകൾ ചിലപ്പോൾ എന്തെങ്കിലും ഒരു വിഷമം വിളിച്ചിട്ട് എനിക്ക് ഇതേപോലെ ഒരു ഫിനാൻഷ്യൽ ട്രബിൾ ഉണ്ട്, അങ്ങനെയൊക്കെ പൈസ കൊടുക്കാറൊക്കെ ഉണ്ടോ? ഇല്ല, ഞാൻ കൊടുക്കാറില്ല. ഇല്ല, അത് ഞാൻ സത്യസന്ധം ഇല്ല. പക്ഷെ എനിക്കറിയില്ല അവരെ. പിന്നെ ഞാൻ ചെയ്യും, അത് എൻ്റെ മനസ്സറിഞ്ഞ് ഞാൻ കാണുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യാറുണ്ട്. കാണാതെ ഒരാൾ എനിക്കിങ്ങനെയാണ് അങ്ങനെ, അതെനിക്ക് എൻ്റെ കണ്ണിൽ ഞാൻ കാണുന്നില്ല. അപ്പം കാണാത്ത ഒരു കാര്യം ഞാൻ ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ കാണുന്നു, പ്രസൻസിൽ ഐ എം ഹാപ്പി ടു ഡു. നോ പറയേണ്ടടുത്ത് നോ പറയും. അതെ. ആ ക്വാളിറ്റി പണ്ട് മുതലേ ഉള്ളതാണോ അതോ ആക്കിയെടുത്തതാണോ? ആക്കിയെടുത്തതാ. പണ്ട് നോ പറയാൻ ഭയങ്കര വിഷമമായിരുന്നു. അതാണ് എന്നെ ഒരു ജീവിതം പഠിപ്പിച്ചു. പക്ഷെ ഇപ്പോൾ നോ പറയേണ്ടടുത്ത് ഞാൻ നോ തന്നെ പറയും. അപ്പോൾ പണ്ട് ഇതേപോലെ ആളുകൾക്ക് പൈസ കടം കൊടുത്ത് പ്രശ്നം കിട്ടിയത് കൊണ്ടാണോ പിന്നീട് ഇത് പറയുമ്പോൾ നോ പറയുന്നത്? ഇല്ല, പൈസയുടെ കാര്യത്തിലല്ല. പല കാര്യങ്ങളും നമ്മുടെ ലൈഫിൽ ഇപ്പം ഇത് തന്നെ, ഇപ്പോൾ എൻ്റെ സെക്കൻഡ് മാരേജ് തന്നെ അതൊരു നോ പറയേണ്ട സ്ഥലത്ത് ഞാൻ എസ് പറഞ്ഞിട്ട് അങ്ങനെ പോയ അപ്പോൾ പല ഇൻസിഡൻസ് ഇങ്ങനെ ഉണ്ടാകാറുണ്ട്. പൈസയുടെ കാര്യവും ആകാം, അതുമുണ്ട്. അല്ലാതെയും ഇപ്പം നോ പറയേണ്ടടുത്തോ ഇല്ല, ഓക്കെ ഇടാം ഇങ്ങനെ പറഞ്ഞ് നമ്മളൊരു സിമ്പതി രൂപേണ പോകുമ്പോൾ അത് തിരിച്ച് നമുക്കൊരു നെഗറ്റീവ്നെസ് വരുന്നത് കൊണ്ട് തന്നെ അതിൽ നിന്ന് ഞാൻ പഠിച്ചു, എസ് പറയേണ്ടടുത്ത് എസ്സും നോ പറയേണ്ടടുത്ത് നോ തന്നെ വേണം. അല്ലെങ്കിൽ നമുക്ക് ലൈഫിൽ സക്സസ്ഫുൾ ആയിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരിക്കലും പറ്റില്ല.